പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണ ഹൃദയത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മോണിക്ക പ്രാർത്ഥനയുടെ 2ാം ദിനത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെയോർത്ത്, കരുണയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും ഞാൻ ഉത്തരം തരും എന്ന് പറഞ്ഞ കർത്താവേ, ആയിരക്കണക്കിന് മക്കള് ഈ സമയം മക്കളെ ഓർത്തുള്ള വേദനയോടെ, നൊമ്പരത്തോടെ, കണ്ണുനീരോടെ അങ്ങയുടെ മുമ്പിൽ വിശുദ്ധ മോണിക്ക പുണ്യവതിയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ശക്തമായ ഇടപെടല് ഞങ്ങളുടെ മക്കളില്, അവരുടെ ജീവിതത്തില്, അവസ്ഥകളില് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ പ്രാർത്ഥനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, ഇവരുടെ മക്കളെയും അങ്ങയുടെ നാമത്തിൽ അങ്ങനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ വിശുദ്ധ കുരിശിനാൽ മുദ്രവച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ കുരിശുമാരുടെ ശക്തി ഈ മക്കളില്, കുടുംബത്തില് വ്യാപരിക്കട്ടെ. ഈ കുരിശിന്റെ മുദ്ര ഇവർക്കെല്ലാവർക്കും സംരക്ഷണമായിട്ട് മാറട്ടെ. അമ്മ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, വിശുദ്ധ മിഖായിൽ മാലാഖേ, വിശുദ്ധ മോണിക്ക പുണ്യവതി, വിശുദ്ധ അഗസ്തീനോസേ, ഞങ്ങൾക്ക് വേണ്ടി ഈ പ്രാർത്ഥനയിൽ ശക്തമായി സഹായവും മധ്യസ്ഥവും നൽകി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മോണിക്ക പ്രാർത്ഥനയുടെ 2ാമത്തെ ദിനത്തിലേക്ക് നാം ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. ഇന്നലെ 27-ാം തീയതി നമ്മൾ മോണിക്ക പുണ്യവതിയുടെ തിരുനാൾ ആഘോഷിച്ചു. ഇന്ന് 28-ാം തീയതി ഓഗസ്റ്റ് മാസം നാം വിശുദ്ധ അഗസ്തീനോസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. കത്തോലിക്ക തിരുസഭയിൽ അതുപോലെ വിലമതിക്കപ്പെട്ട, പ്രാധാന്യം നൽകപ്പെട്ട 2 മഹാവിശുദ്ധരാണ് മോണിക്ക പുണ്യവതിയും അഗസ്തീനോസും. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് സഭ ഈ 2 വിശുദ്ധരെയും അതുപോലെ വിലമതിച്ചുകൊണ്ട് ഈ 2 വിശുദ്ധരുടെയും മാതൃകയും അവരുടെ മാധ്യസ്ഥവും പ്രാർത്ഥിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മൾ കണ്ടു, മനസ്സിലാക്കി. മോണിക്ക പുണ്യവതിയുടെ കണ്ണുനീരിന്റെ പുത്രനായ അഗസ്തീനോസ് അവ മാനസാന്തരപ്പെടാതെ പോകത്തില്ല, നശിക്കത്തില്ലെന്ന് പ്രവചിച്ച ആ ബിഷപ്പിന്റെ ആ വലിയ പ്രവചനം പൂർത്തീകരിച്ചുകൊണ്ട് അഗസ്തീനോസ് മാനസാന്തരപ്പെട്ട് ഒരു മഹാവിശുദ്ധനായിട്ട് മാറി. ഇന്ന് സഭാ പാരംഗതനായിട്ട്, വേദപാരംഗതനായിട്ട് ഇന്ന് സഭയുടെ വലിയ സ്ഥാനത്ത്, ഉന്നതിയില്, വിശുദ്ധിയില് കർത്താവ് ഉയർത്തി. ഈ മോണിക്ക പുണ്യവതിയുടെ പ്രാർത്ഥന മോന് വേണ്ടി അത്രമാത്രം ശക്തമായിരുന്നു. അഗസ്തീനോസ് വഴിപിഴച്ച് പോയപ്പോ, ലോകാരൂപിക്ക് അടിമപ്പെട്ടു പോയപ്പോ ആ മകനെ കുറ്റപ്പെടുത്താതെ, അവനെ വെറുക്കാതെ, അവനെ ഓർത്ത് നിരാശപ്പെടാതെ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ഈ മോണിക്ക പുണ്യവതി ഈ മകനു വേണ്ടി പ്രാർത്ഥിച്ചു. ആ ഒരു പ്രാർത്ഥന അതിശക്തമായിരുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ആ പ്രാർത്ഥനകളിൽ നിന്ന് ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: എന്റെ ദൈവമേ, അങ്ങയിൽ വിശ്വസിക്കാത്ത യുവാവായ എന്റെ മകനെ പ്രതി കര കവിഞ്ഞൊഴുകുന്ന, പറഞ്ഞറിയിക്കാനാകാത്ത ദുഃഖത്താൽ ഞാൻ തകരുന്നു. അവൻ അങ്ങ് നൽകുന്ന നിത്യമായ സന്തോഷം വെടിഞ്ഞ് ഈ ലോകത്തിന്റെ നൈമിഷികവും നശ്വരവുമായ സുഖത്തിന്റെ പിന്നാലെ പായുകയാണ്. എന്റെ കർത്താവേ, ഞാൻ അങ്ങയോട് യാചിക്കുന്നു, അങ്ങ് അവനിൽ പ്രവർത്തിക്കണമേ. സത്യ വെളിച്ചം അവൻ കാണട്ടെ, വിശ്വാസവരം അവന് നൽകണമേ. എന്റെ മാംസത്തിൽ നിന്ന് ജനിച്ച അവൻ അങ്ങയുടെ ആത്മാവിനാൽ വീണ്ടും ജനിച്ച് ജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തട്ടെ. ഈ മകനു വേണ്ടി കണ്ണീരോടെ ദൈവസന്നിധിയിൽ അവൻ അവസ്ഥകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിനു മുമ്പ്
ഈ മോനിക്ക പുണ്യവതി പറയാ, പറഞ്ഞറിയിക്കാനാകാത്ത വലിയ ദുഃഖത്തിൽ ഞാനിതാ തകർന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പലരും മക്കളെ ഓർത്തുള്ള വേദനയിൽ, വിശ്വാസമില്ലാത്ത, പ്രാർത്ഥനയില്ലാത്ത, ഒത്തിരിയേറെ പാപത്തിനടിമപ്പെട്ടു പോയ മക്കളെ ഓർത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദന. ഞാൻ അവൾക്ക് ഈ ദിവസങ്ങളൊക്കെ കുറെ പേര് വാട്സപ്പിൽ അച്ഛന് മെസ്സേജ് വിട്ടു, ഒത്തിരിയേറെ പേര് ഫോണിൽ വിളിച്ചു. മക്കളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ തല തകർന്നു പോവും. അതുപോലത്തെ വേദന, അതുപോലെ തകർന്ന മക്കൾ, അങ്ങനെ വേദനിക്കുന്ന മക്കളാ നിങ്ങളൊക്കെ. ഈ മോനിക്ക പുണ്യവതി ഈ വേദനകള്, അവസ്ഥകള് ദൈവത്തിന് മുമ്പിൽ പറയാ, പറഞ്ഞറിയിക്കാനാകാത്ത ഹൃദയം തകർന്ന വേദന. കർത്താവേ, ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എന്നിട്ട് ആ മകൾ പ്രാർത്ഥിക്കുകയാണ്, അവൻ അങ്ങ് നൽകുന്ന സ്നേഹം, അങ്ങ് നൽകുന്ന സന്തോഷം വിട്ടിട്ട് ഈ ലോകത്തിന്റെ പിന്നാലെ, നൈമിഷികമായ നശ്വരമായ ലോകത്തിന്റെ സുഖഭോഗങ്ങളുടെ പിന്നാലെ പായുകയാണ്. ഇന്ന് നമ്മുടെ മക്കളൊക്കെ ലോകത്തിന്റെ പിന്നാലെ പായ. ഞാനൊരു സംഭവം ഓർക്കാണ്. ഒരിക്കല് ഒരു പെൺകുട്ടി കോളേജിൽ പഠിക്കുക, വീട്ടിലൊക്കെ നല്ല കൊച്ചാണ്, ജീവിച്ച കൊച്ച. കോളേജിൽ ചെന്നു, കൂട്ടുകെട്ടായി, പല പല അവസ്ഥകളിലേക്കൊക്കെ പോയി, പലതിന്റെ പിന്നാലെ പോയി, കൂട്ടുകാരുടെ പിന്നാലെ പോയി, തെറ്റായ സ്നേഹബന്ധം, ലോകമെങ്ങും പോലെ ലോകാരൂപിക്ക് അടിമപ്പെട്ട് ഒത്തിരിയേറെ കറങ്ങാൻ പോവുക, പല ഭക്ഷണത്തിന്റെ പിന്നാലെ പോവുക, കൂട്ടുകൂടി പോവുക, ജഡിക പാപത്തിന് അടിമപ്പെടുക, മൊബൈൽ അടിമപ്പെടുക, അങ്ങനെ ചെയ്യാവുന്ന എല്ലാ പാപങ്ങളും ചെയ്തു. എന്തിനു വേണ്ടി? സുഖത്തിനു വേണ്ടി, നൈമിഷികമായ നശ്വരമായ സുഖത്തിനു വേണ്ടി ഈ കുഞ്ഞ് പലതിന്റെ പിന്നാലെ പോയി. ഈ ഒരു അവസ്ഥ ഇന്ന്, അന്ന് അഗസ്തീനോസിൻ എന്ന പോലെ ഈ കുഞ്ഞിലും നമ്മുടെ മക്കളിലും ഒക്കെ അതിശക്തമാണ്. അങ്ങനെ അവസാനം ഒന്നിന്റെ പിന്നാലെ പോയിട്ട് സന്തോഷം കിട്ടിയില്ല. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുമായി സംസാരിച്ചപ്പോ ഞാൻ ഇതുമായിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പങ്കുവെച്ചപ്പോ അവൾ പറയാണ്, അച്ഛാ, പല കാര്യങ്ങളും ഇഷ്ടപ്പെട്ടിട്ടല്ല അതിന്റെ പിന്നാലെ പോണേ. പിന്നെ ചിന്തിക്കാണ്, അതിന്റെ പിന്നാലെ പോയാൽ സുഖം കിട്ടും. ഇപ്പൊ ഒരു ഡ്രഗ് അഡിക്റ്റ് ആവുക, അതിന് ഇഞ്ചക്ഷൻ വെക്കണം, മദ്യം കുടിക്കാന്ന് പറഞ്ഞ അത്ര എളുപ്പമൊന്നുമല്ല. ആദ്യം കുടിക്കുമ്പോ ഭയങ്കര അസുഖം കണ്ടിട്ട് മദ്യം കുടിക്കുമ്പോ വേദന, ഭയങ്കര ഒരു മട്ട്, ഭയങ്കര കയ്പ്, ഭയങ്കര ബുദ്ധിമുട്ടാ. ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ചില കൂട്ടുകെട്ടുകള്, അവന്റെ ഇഷ്ടത്തിന് വഴങ്ങണം, ഭയങ്കരമായ അവസ്ഥകള്, ചില സിനിമകള്, ചില കാര്യങ്ങൾ അത് ഇഷ്ടപ്പെടില്ല. പക്ഷെ എന്താ പ്രതീക്ഷ? അതിൽ നിന്ന് സന്തോഷം കിട്ടും, സംതൃപ്തി കിട്ടും, സമാധാനം കിട്ടും, കൂട്ടുകെട്ടിന്റെ ഒരു അംഗീകാരം കിട്ടും എന്നൊക്കെ ഈ മക്കൾ വെറുതെ വിചാരിക്കുക. അങ്ങനെ അതിന്റെ ഒക്കെ പിന്നാലെ പോവാ. അണ്ട് ഈ പെൺകുട്ടി പറയാ, കഷ്ടപ്പെട്ടിട്ടച്ച പലതും ഇഷ്ടപ്പെടുന്നേ. ഇത് വലിയ മേഖലയാ. ചില ദുശീലങ്ങള്, ചില കൂട്ടുകെട്ടുകള്, ചില അടിമത്തങ്ങള് ഇഷ്ടപ്പെടാൻ വേണ്ടി കഷ്ടപ്പെടണം. മക്കളോട് ചോദിക്കോ, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്ന മക്കൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് അതിന്റെ പിന്നാലെ പോയി, ഡ്രഗിന്റെ പിന്നാലെ പോയി, ഇഞ്ചക്ഷൻ വെച്ചു, ലഹരിക്കടിമപ്പെട്ടു, കൂട്ടുകൂടി, കറങ്ങാൻ പോയി, ഭക്ഷിച്ചു, അങ്ങനെ പലതും ഒക്കെ ചെയ്ത് ഈ കുഞ്ഞ് അവസാനം നിരാശയുടെ, ശൂന്യതയുടെ അടിമത്തത്തിലേക്ക് പോയി. അച്ഛൻ എപ്പോഴും പറയും, അടിപൊളിയിൽ ഒരു ശൂന്യതയുണ്ട്, അടിപൊളി ജീവിതത്തിൽ ഒരു ശൂന്യതയുണ്ട്. അങ്ങനെ ഈ ശൂന്യമായി പോയ അവസ്ഥയിൽ ഈ കുഞ്ഞ് ഡിപ്രഷനിലേക്ക് പോയി. ഈ ആദ്യം പറഞ്ഞ പെൺകുട്ടി ഡിപ്രഷനിലേക്ക് പോയി. അങ്ങനെ ആശുപത്രിയിൽ കിടക്കുക, ഭയങ്കരമായ മാനസിക വിഭ്രാന്തി, മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ഈ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് അറിയിച്ചു. ആ കൊച്ചിന്റെ ഡാഡിയും മമ്മിയും കൂടി അവളെ കാണാൻ വേണ്ടി ഈ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ആ സമയത്ത് അവൾ ഡാഡിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയാ, ഡാഡി, ഐ വാണ്ട് സംതിങ് ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. എന്റെ അപ്പ, ഡാഡി, എനിക്കെന്തോ വേണം, പക്ഷെ എനിക്കറിയത്തില്ല എന്താണ് അതെന്ന്. ഇന്ന് നമ്മുടെ മക്കളുടെ അവസ്ഥ ഇതാ. എന്തിനോ വേണ്ടി ഓടി നടക്കും. എനിക്കെന്തോ വേണം, ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ എന്തിനോ വേണ്ടി തിളച്ചുകൊണ്ടിരിക്കുക. അപ്പൊ വിചാരിക്കും, ഇതിനെ പിന്നാലെ പോയ ആ ദാഹം തീരും, ഈ കൂട്ടുകെട്ട് കിട്ടിയാൽ ദാഹം തീരും, ഈ ലഹരി കിട്ടിയാൽ ദാഹം തീരും,
അങ്ങനെ എന്തിനോ വേണ്ടി ഓടി നടക്കുക. പക്ഷെ കൊച്ചിനറിയില്ല എന്താണ് വേണ്ടതെന്ന്. ഇതിന്റെയൊക്കെ പിന്നാലെ പോയ ആ കുഞ്ഞ് പറയാ, ഐ വാണ്ട് സംതിങ് ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ഒരു ഗതികെട്ട അവസ്ഥയാണ്. അങ്ങനെ ആ അവസ്ഥയിൽ കിടക്കാണ്. ഇതാണ് പല മക്കളുടെ അവസ്ഥ. ഇവിടെയാണ് ഈ മോണിക്ക പുണ്യവതി പ്രാർത്ഥിച്ച്, കർത്താവേ, എന്റെ കുഞ്ഞ് ഈ ലോകത്തിന്റെ നൈമിഷികവും നശ്വരവുമായിട്ടുള്ള കാര്യത്തിന്റെ പിന്നാലെ പോയി അങ്ങ് നൽകുന്ന സന്തോഷവും സ്നേഹവും വിസ്മരിച്ച് നശിച്ചുകൊണ്ടിരിക്കുക. എന്റെ മോനിൽ കനിയണം, എന്റെ മകനെ അങ്ങയുടെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കണം, എന്റെ മകനെ സത്യപ്രകാശം തെളിച്ചു കാട്ടണം. നമ്മൾ പ്രാർത്ഥിക്കുക, സത്യ വെളിച്ചം അവനിൽ പ്രകാശിക്കട്ടെ, അങ്ങ് അതിനുവേണ്ടി അവനിൽ പ്രവർത്തിക്കണമേ. പ്രാർത്ഥിക്കും മക്കളെ, ഈശോയെ, ഞങ്ങളുടെ മക്കളിൽ അങ്ങ് പ്രവർത്തിക്കണം, ഞങ്ങളുടെ മക്കൾക്ക് വിശ്വാസം അങ്ങ് നൽകണം, അങ്ങേക്ക് മാത്രം നൽകാൻ സാധിക്കുന്ന സന്തോഷം, സമാധാനം, സംതൃപ്തി എന്റെ മക്കൾക്ക് നൽകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ മോണിക്ക പുണ്യവതി അതിനാ പ്രാർത്ഥിച്ച. വീണ്ടും അവസാനം നമ്മൾ കണ്ടില്ല പ്രാർത്ഥന, എന്റെ മാംസത്തിൽ ജനിച്ച എന്റെ കുഞ്ഞിനെ അങ്ങയുടെ ആത്മാവിനാൽ വീണ്ടും ജനിപ്പിച്ച് സത്യജ്ഞാനം അവന് വെളിപ്പെടുത്തി കൊടുത്ത് ആ ജ്ഞാനത്തിന്റെ പൂർണ്ണതയിൽ അവനെ എത്തിക്കണമേ. ഈ മോണിക്ക പുണ്യവതി പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനകൾ ഓരോന്നും ഈ അഗസ്തീനോസിനില് ദൈവം പ്രവർത്തിച്ചു എന്ന് പിന്നീട് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് വിശുദ്ധ അഗസ്തീനോസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ വലിയ ഫലം ആ മകനിൽ സംഭവിച്ചു. ഈ അഗസ്തീനോസ് പുണ്യവാളൻ മനസാന്തരത്തിന് ശേഷം പറയുന്നൊരു വലിയൊരു ആപ്തവാക്യമുണ്ട്. അതേ പറയാ, ഞാൻ എല്ലാത്തിന്റെ പിന്നാലെ പോയി എന്തിനു വേണ്ടിയാ? സന്തോഷം കിട്ടുമെന്ന് കരുതി, സംതൃപ്തി കിട്ടുമെന്ന് കരുതി, സമാധാനം കിട്ടുമെന്ന് കരുതി, അംഗീകാരം കിട്ടുമെന്ന് കരുതി പലതിന്റെ പിന്നാലെ പോയി. പഠിക്കാൻ പോയി, അവിഹിത ബന്ധത്തിന്റെ പിന്നാലെ പോയി, ഒരു കൊച്ചു പോലും ജനിച്ചു. അങ്ങനെ ലോകത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ പോയി, സ്ഥാനമാനങ്ങൾ കിട്ടി, അംഗീകാരം കിട്ടി, ഇതെല്ലാം കിട്ടി. ഇതെല്ലാം കിട്ടിയിട്ടും എനിക്ക് സന്തോഷമില്ല, സംതൃപ്തിയില്ല, സമാധാനമില്ല. അങ്ങനെ അവസാനം മാനസാന്തരപ്പെട്ട് സത്യപ്രകാശം, സത്യവചനം, ആ വലിയ വെളിപ്പെടുത്തൽ ലഭിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ എന്ന് പറഞ്ഞ വചനം സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ സ്വീകരിച്ചപ്പോ പിന്നീട് അദ്ദേഹം പറയുന്ന വലിയൊരു ലോകപ്രസിദ്ധമായ ആപ്തവാക്യമുണ്ട്. എന്തെന്നറിയോ? ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. കർത്താവിൽ വിലയം പ്രാപിക്കുന്നത് വരെ. അതാണ് മോണിക്ക പുണ്യവതി പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങ് എന്റെ മകനിൽ പ്രവർത്തിക്കണമേ, അങ്ങയുടെ സ്നേഹം എന്റെ മകൻ അനുഭവിക്കട്ടെ, അങ്ങയുടെ സന്തോഷം എന്റെ മകൻ അനുഭവിക്കട്ടെ. ആ പ്രാർത്ഥന സ്വീകരിച്ച് സ്വർഗം ആ മകനിൽ ഇടപെട്ടപ്പോ അവൻ സത്യം തിരിച്ചറിഞ്ഞു, അവൻ മാനസാന്തരപ്പെട്ടു, തിരിച്ചു വന്നു, കർത്താവിനെ ധരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളൊക്കെ ഈ ഒരു പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? മക്കൾ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും, മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുവിടും, മക്കൾക്ക് ലോകത്തിന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, സമ്പത്ത് കൊടുക്കും, സൗകര്യങ്ങൾ കൊടുക്കും, എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കും. പക്ഷേ ദൈവത്തെ കൊടുക്കാനോ, ആ ദൈവം അവരിൽ പ്രവർത്തിക്കാനോ, ദൈവത്തോട് ചേർന്ന് നമ്മുടെ മക്കൾ വളരാനോ, അതിനു വേണ്ടി നമ്മൾ ഈ മോണിക്ക പുണ്യവതിയെ പോലെ ദൈവത്തിന് മുമ്പില് കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടോ? ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. 17 വർഷം ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഈ പ്രാർത്ഥനയുടെ ഉത്തരം അവനിൽ പ്രകടമായി. അഗസ്തീനോസിൽ മാനസാന്തരം അവൻ കണ്ടെത്തി. അങ്ങിൽ വിലയം പ്രാപിക്കുന്നത് വരെ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. അതിനുശേഷം ദൈവത്തെ സ്വന്തമാക്കിയിട്ട് അഗസ്തീനോസ് പുണ്യവാളൻ പറയുന്നുണ്ട്, എത്ര വൈകിപ്പോയി ഞാൻ എന്റെ ദൈവമേ, നിന്റെ ഈ സ്നേഹം അറിയാൻ, സംതൃപ്തി നൽകുന്ന, സ്നേഹം നൽകുന്ന, സമാധാനം നൽകുന്ന, അംഗീകാരം നൽകുന്ന, എല്ലാം നൽകുന്ന ഈ സ്നേഹം അനുഭവിക്കാൻ ഞാൻ എത്ര വൈകിപ്പോയി. സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ, കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയും. ഈ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ
ഈ രുചിച്ചറിഞ്ഞാൽ പിന്നെ ഒരു മകനും ഒരു മകളും ഈ സന്തോഷം വിട്ട്, ഈ സ്നേഹം വിട്ട്, ഈ നല്ല കർത്താവിനെ വിട്ട് ഒരിക്കലും ഈ ലോകത്തിന്റെ ചീഞ്ഞളിഞ്ഞ ചപ്പ് ചവറായ നൈമിഷികമായ നശ്വരമായ മദ്യത്തിന്റെ ലഹരിയുടെ കൂട്ടുകെട്ടിന്റെ ജനിക സുഖത്തിന്റെ ഈ ലോകാരൂപിയുടെ ഭക്ഷണത്തിന്റെ ഒരു ഹലാലിന്റെയും ഒരു ലൗചികാദിനെ പിന്നാലെ നമ്മുടെ മക്കളാരും പോകത്തില്ല. പക്ഷെ ഇത് കിട്ടണം. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈശോ ഇല്ലാതെ, ഈശോയിൽ വളരാതെ, ഈശോയുടെ സമാധാനമില്ലാതെ, ഈശോ ഉള്ളിലില്ലാതെ ജീവിച്ചാൽ ശൂന്യത, ശൂന്യത, ശൂന്യത. അതുകൊണ്ടാ കൊച്ചു പറഞ്ഞ, ഡാഡി ഐ വാണ്ട് സംതിങ് ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്, ആൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ജീസസ്. വാട്ട് ഇറ്റ് ഈസ്, അതാണ് ഈശോ. എന്താണെന്ന് അറിയുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ആ കർത്താവിനെ സന്തോഷം തരുന്ന, സമാധാനം തരുന്ന, നിന്റെ ഉള്ളിന്റെ ദാഹമായ ഐ വാണ്ട് സംതിങ്, ആ സംതിങ് ആണ് ഈശോ. അത് കൊച്ചിന് കൊടുക്കണം, അത് കുഞ്ഞിന് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ കൊച്ചിനോട് പറയുകയും വളർത്തിയിട്ടുണ്ടെങ്കിൽ, ആ കുഞ്ഞിന് ബോധ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ ഈശോയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയും എന്തൊക്കെ വന്നാലും നമ്മുടെ മക്കള് വഴിതെറ്റി പോകുന്നില്ല. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് ഈ മോണിക്ക പുണ്യവതിയോട് ചേർന്ന് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടിയാ. ഈശോയെ, അങ്ങയുടെ സമാധാനം കൊണ്ട് ഞങ്ങളുടെ മക്കളെ ഹൃദയങ്ങളെ നിറയ്ക്കുവാൻ, ഞങ്ങളുടെ മക്കളെ ഹൃദയങ്ങളെ തുറന്നു പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ മക്കളിലേക്ക് കടന്നു ചെല്ലണം. ഈ സമാധാനം, ഈ സന്തോഷം, ഐ വാണ്ട് സംതിങ് എന്തിനോ വേണ്ടി ഓടി നടക്കുന്ന മക്കൾ, സമാധാനത്തിന്, സംതൃപ്തിക്ക് വേണ്ടി ഓടി നടക്കുന്ന മക്കൾ, ഈശോയെ അങ്ങയെ കിട്ടാതെ ഒരിക്കലും സംതൃപ്തി കിട്ടില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ് അങ്ങയെ സ്വീകരിക്കുവാൻ ഇടയാകണം. ഇനി അതിനു വേണ്ടി നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കും. നമ്മൾ ഇന്ന് ആരാധനയില് ഈ ഒരു നിയോഗത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. മക്കളെ, അഗസ്തീനോസ് നമ്മുടെ കൂടെയുണ്ടെന്ന്, അഗസ്തീനോസ് പുണ്യവാൻ തിരുനാളാണെന്ന്, അതുകൊണ്ട് അഗസ്തീനോസ് പുണ്യവാളിനെ ചേർത്ത് പിടിച്ച് ആ മധ്യസ്ഥതയിൽ നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് വലിയ ദാഹത്തോടെ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ആരാധനയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അച്ഛൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. നമ്മുടെ 2 ജപമാല സഖ്യമുണ്ട്, റോസറി വാരിയേഴ്സ്. കുറെ നാളായിട്ടത് അത്ര ആക്റ്റീവ് അല്ല, എന്നാൽ ഇപ്പോഴും കുറേ മക്കള് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ദിവസങ്ങളൊക്കെ നമ്മുടെ എല്ലാ ജപമാലയുടെ നിയോഗങ്ങളും നമ്മുടെ യുവമക്കൾക്കായിട്ട് മാറട്ടെ. അതിനുവേണ്ടി എല്ലാവരും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ആക്റ്റീവ് അല്ലാത്ത റോസറി വാരിയേഴ്സിൽ ആക്റ്റീവ് അല്ലാത്ത എല്ലാ മക്കളും പ്രത്യേകിച്ച് ജപമാല ചൊല്ലി അതിന്റെ നമ്പർ, ഇപ്പോഴും ഒത്തിരി പേര് ആ ഗ്രൂപ്പിൽ നമ്പർ ഇടുന്നുണ്ട്, അച്ഛൻ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ജപമാലകൾ ചൊല്ലി നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ആർക്കെങ്കിലും പ്രത്യേകമായിട്ട് ഏതെങ്കിലും പ്രാർത്ഥനാ നിയോഗങ്ങൾ ഉണ്ടെങ്കിൽ അച്ഛൻ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ അച്ഛൻ്റെയാണ്, 9846218133. ആ നമ്പറിൽ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് വിടാവുന്നതാണ്. അച്ഛനെ വാട്സപ്പ് മെസ്സേജ് നോക്കും, അതിനുവേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കും. ഒത്തിരിയേറെ പേര് ഇതിനോടൊക്കെ വിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ റോസറി വാരിയേഴ്സിൽ ചേർന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ള മക്കള് എന്നെയും റോസറി വാരിയേഴ്സ് ഗ്രൂപ്പിൽ ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിക്വസ്റ്റ് വിട്ടാല് അച്ഛൻ നിങ്ങളെയും ഈ റോസറി വാരിയേഴ്സ് ഗ്രൂപ്പിൽ ചേർക്കും. നമ്മൾ ഒരുമിച്ച് ഒരു സൈന്യമായിട്ട് നിൽക്കുന്ന മാതാപിതാക്കള്, മക്കൾക്ക് വേണ്ടി വേദനിക്കുന്ന മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കള് ഒരുമിച്ച് ചേർന്ന് ഒരു യുദ്ധമായിട്ട്, ഒരു സൈന്യം പോലെ മക്കൾക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിക്കുമ്പോ പ്രിയപ്പെട്ട മക്കളെ, സ്വർഗം ഇടപെടും, ദൈവം ഇടപെടും. മോനിക്ക പുണ്യവതി ഒറ്റ സ്ത്രീ, ഒറ്റ അമ്മ ആ മകന് വേണ്ടി നിലനിന്ന് പ്രാർത്ഥിച്ചപ്പോ ഇത്രമാത്രം ശക്തമായ ദൈവിക ഇടപെടൽ ഉണ്ടായെങ്കിൽ നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് കണ്ണീരോടെ ദൈവികാന സന്നിധിയിൽ കർത്താവിന് മുമ്പിൽ മക്കൾക്ക് വേണ്ടി നിലവിളിക്കുമ്പോ ദൈവം ഇടപെടും. ഒരു കാര്യം കൂടി അച്ഛൻ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച പോരാ, ഇതുപോലെ വേദനിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി, നമ്മളൊരു കുടുംബ എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശക്തമായ ഇടപെടൽ നമ്മുടെ മക്കളിൽ ഉണ്ടാകട്ടെ. ഈ വലിയ പ്രാർത്ഥനയോടെ പിന്നെ അച്ഛൻ പറഞ്ഞ ഉപവസിക്കാൻ പറ്റുന്ന മക്കള് ഉപവസിക്കുക, ത്യാഗം ചെയ്യാൻ പറ്റുന്ന മക്കള് ത്യാഗങ്ങൾ ചെയ്യുക. പിന്നെ ഓരോ പ്രവൃത്തിയും
ഒരു നിയോഗം വെച്ചുകൊണ്ട് ചെയ്യുക. ഇപ്പം മുറ്റമടിക്കുമ്പോൾ, പാത്രം കഴുകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി അതിലൊക്കെ ത്യാഗമുണ്ടല്ലോ, സഹനമുണ്ടല്ലോ. ആ സഹനങ്ങളൊക്കെ ഒരു ഉദ്ദേശ ശുദ്ധിയോടെ ഒരു നിയോഗം വെച്ചുകൊണ്ട് നമ്മുടെ ഈ ദിവസങ്ങളിലെ പ്രവൃത്തികളൊക്കെ ചെയ്യുക. സഹനങ്ങളും വേദനകളും കുരിശുകളും നിരാശയും സങ്കടങ്ങളും കണ്ണുനീരും കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് ദിവ്യകാരുണ്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും മക്കളെ. കർത്താവ് ഇടപെട്ട, കർത്താവ് യുദ്ധം ചെയ്യാൻ കൂടെ നിന്നാൽ പിന്നെ ആർക്കാ നമ്മെ തോൽപ്പിക്കാൻ പറ്റുക? ഇതാ യേശു നമ്മുടെ മധ്യേ എഴുന്നള്ളി വരികയാണ്. ആരാധനയിൽ അല്പസമയം യേശുവോട് കൂടെ ഇന്ന് കേട്ട പ്രാർത്ഥനയും ഇന്ന് ധ്യാനിച്ച വിഷയങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കും. അമ്മയോട് ചേർന്ന്, യോസേപ്പ് പിതാവിനോട് ചേർന്ന് വിശുദ്ധ മോനിക്ക പുണ്യവതിയും അഗസ്തീനോസും തൊട്ട് അരികിലുണ്ട്. നമ്മുടെയൊക്കെ ആ വലിയ സാന്നിധ്യത്തിൽ സ്വർഗത്തിന്റെ സഹായം എല്ലാം തേടിക്കൊണ്ട് നമുക്ക് ഈ ആരാധനയിൽ ഈശോയോട് കൂടി ആയിരിക്കാം. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അങ്ങയുടെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ ശക്തമായ പ്രാർത്ഥനയുടെയും കണ്ണുനീരിന്റെയും നിലവിളിയുടെയും പ്രത്യുത്തരമായിട്ട് ആ മകളിലേക്ക് അങ്ങ് ചൊരിഞ്ഞ കൃപ ആ മകനിലൂടെ സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് നയിച്ചു. അഗസ്തീനോസ് പുണ്യവാളന്റെ വലിയ മാനസാന്തരം, അഗസ്തീനോസിന്റെ വലിയ തിരിച്ചുവരവ് ഞങ്ങൾ ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ വിശുദ്ധ അഗസ്തീനോസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ എല്ലാ മക്കളെയും വിശുദ്ധ അഗസ്തീനോസിന്റെ പ്രത്യേകമായ മധ്യസ്ഥത്തില് അങ്ങയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മോനിക്ക പുണ്യവതി പ്രാർത്ഥിച്ചു. തന്റെ കണ്ണുനീരും സങ്കടങ്ങളും വേദനകളും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. ഈശോയെ, ഈ സമയം അങ്ങയുടെ മക്കളായ ഞങ്ങൾ, മാതാപിതാക്കളായ ഞങ്ങൾ, അപ്പനായ അമ്മയായ ഒരു വൈദികനായ ഫാദർ അപ്പനായ ഞാനും കർത്താവ് ഞങ്ങളൊന്ന് ചേർന്ന് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി മോനിക്ക പുണ്യവതിയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സങ്കടം വളരെ വലുതാണ് കർത്താവെ. പറഞ്ഞറിയിക്കാനാകാത്ത ദുഃഖം കർത്താവെ, കരകവിഞ്ഞൊഴുകുന്ന ദുഃഖം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. തകരുകയാണ് ഞങ്ങള്, ഒത്തിരിയേറെ തകർന്നിരിക്കുകയാണ് ഞങ്ങള്. കരഞ്ഞ് 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 ഈശോയെ, കണ്ണിലിനി കണ്ണീരില്ലാത്ത വിധം ഞങ്ങൾ പലരും കരഞ്ഞ് കരഞ്ഞ് മടുത്തിരിക്കുന്നു. ആ കണ്ണുനീരും ആ വേദനകളും ആ നൊമ്പരങ്ങളും ഈശോയെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. മോനിക്ക പുണ്യവതിയെ പ്രാർത്ഥിച്ചില്ലേ? ഈശോയെ, എൻ്റെ മകൻ അങ്ങയെ വിട്ട്, അങ്ങയിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷം വിട്ട്, സമാധാനം വിട്ട് പോയിരിക്കുക. ഈ ഒരവസ്ഥയാണ് ഞങ്ങളുടെ മക്കളുടെയും അവസ്ഥ. ഈശോയെ, ഞങ്ങളുടെ മക്കള് അങ്ങയെ വിട്ട്, വിശ്വാസം വിട്ട്, പ്രാർത്ഥന വിട്ട് ഈ ലോകത്തിന്റെ പിന്നാലെ എന്തിനോ വേണ്ടി അലയുകയാണ് കർത്താവേ. അങ്ങയുടെ സന്തോഷം ലഭിക്കാതെ, അങ്ങയുടെ സ്നേഹം ലഭിക്കാതെ, അങ്ങയെ കിട്ടാതെ ഞങ്ങളുടെ മക്കൾക്ക് സംതൃപ്തി ലഭിക്കത്തില്ല. ആ കൊച്ചു പറഞ്ഞില്ലേ, ഡാഡി, ഐ വാണ്ട് സംതിങ് ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ഈശോയെ, ഇതാണ് ഞങ്ങളുടെ മക്കളുടെ അവസ്ഥ. ഞങ്ങളുടെ മക്കള് എന്തിനൊക്കെയോ വേണ്ടി ഓടി നടക്കുന്നു. പക്ഷെ അതെന്താന്ന് ഞങ്ങളുടെ മക്കൾക്കറിയില്ല.
അതിനുവേണ്ടി കൂട്ടുകെട്ട്, മദ്യപാനം, ലഹരി, ഒത്തിരിയേറെ ഈ ലോകാരൂപി ഭക്ഷണം, ആർഭാടതകള്, ടൂറുകള്, കറക്കങ്ങള്, ജടിക പാപങ്ങള്, തെറ്റായ സ്നേഹബന്ധങ്ങള്. അവർക്ക് കൂട്ടുകാരാ വലുത്, അവർക്ക് ഈ ലോകത്തിന്റെ കാര്യങ്ങളാ വലുത്. എന്നാൽ ഈശോയെ ആ മക്കളുടെ ഉള്ളിലുള്ള ദാഹ ശമിപ്പിക്കാൻ വേണ്ടിയാണ് പുണ്യാളം പറഞ്ഞില്ലേ, ഞാൻ ഇതിന്റെ ഒക്കെ പിന്നാലെ പോയത് സന്തോഷത്തിന് വേണ്ടിയാ, സമാധാനത്തിന് വേണ്ടിയാ, സംതൃപ്തിക്ക് വേണ്ടിയാ. പാവപ്പെട്ട മക്കളാ ഞങ്ങളൊക്കെ, ഞങ്ങളുടെ മക്കളൊക്കെ. ഈശോയെ ഞങ്ങളുടെ മക്കളുടെ അവസ്ഥയിലേക്ക് അഗസ്തീനോസ് പുണ്യാളം പറഞ്ഞില്ലേ, ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വലിയ പ്രാപിക്കുന്നത് വരെ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. ഈ ഒരു അസ്വസ്ഥത കർത്താവേ അങ്ങേക്ക് മാത്രമേ സ്വസ്ഥമാക്കാൻ പറ്റൂ. ഐ വാണ്ട് സംതിങ്. ആ സംതിങ് ഈശോയാണ് കർത്താവേ. അതറിയാതെയാണ് ഞങ്ങളുടെ മക്കൾ ഇന്ന് പലതും പല സ്ഥലത്ത് പോയിരിക്കുന്നത്. ഈശോയെ ഞങ്ങള് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളിലേക്ക് അങ്ങ് കടന്നു ചെല്ലണമേ. അവിടെ ഹൃദയങ്ങളില്, അവിടെ ബുദ്ധിയില്, മനസ്സില്, ചിന്തകളില്, വികാരങ്ങളില്, ആസക്തികളില് അതിനൊക്കെ തൃപ്തിപ്പെടുത്തുന്നത് അങ്ങ് മാത്രമാണ്. അങ്ങയ്ക്ക് മാത്രമേ തൃപ്തിപ്പെടുത്താൻ സാധിക്കുമെന്ന സത്യം ഞങ്ങളുടെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് നിങ്ങൾ പ്രാർത്ഥിക്കും മക്കളെ. നിങ്ങളുടെ മാംസത്തിൽ നിന്ന് ജനിച്ച മക്കള് പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച് ദൈവിക പ്രകാശത്താൽ ജ്ഞാനത്തിൽ നിറഞ്ഞ് ശക്തരാകാൻ വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കും. ഈശോയ്ക്കല്ലാതെ, ഈശോയെ അങ്ങേക്കല്ലാതെ ഞങ്ങളുടെ മക്കൾക്ക് സംതൃപ്തിയും സമാധാനവും കൊടുക്കാൻ ആർക്കും കഴിയില്ല. ദിവികാരീശോയെ അങ്ങയുടെ സമാധാനം, അങ്ങയുടെ സന്തോഷം, അങ്ങയിൽ നിന്ന് മാത്രം ലഭിക്കുന്ന സംതൃപ്തി ഞങ്ങളുടെ മക്കൾ ഓരോരുത്തരും അനുഭവിക്കട്ടെ. കർത്താവേ അതിൻ്റെയും ഇതിൻ്റെയും പിന്നാലെ പോയി കഷ്ടപ്പെട്ട് പലതും ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ മക്കൾ അടിമത്തങ്ങളിൽ കുടുങ്ങി നിരാശയുടെ പടുകുടിയിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം കെണിപ്പെട്ട് കർത്താവേ ദുഷ്ടന്റെ ശക്തി വലയിൽ കുരുങ്ങി അനേക മക്കള് ഇന്ന് കഷ്ടപ്പെടുകയാണ്. ഞങ്ങളുടെ പല മക്കളും ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കിത് മോചനം വേണം, രക്ഷപ്പെടണമെന്നൊക്കെ പറ്റണില്ല. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഇന്ന് അടിമപ്പെട്ടു പോയ എല്ലാ മക്കളെയും തിരുസ്ഥാനത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരു കാര്യങ്ങളും ഉയർത്തി നമ്മുടെ എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് കർത്താവിന്റെ സമാധാനം നമ്മുടെ മക്കളുടെ ഹൃദയങ്ങൾ ജ്വലിപ്പിക്കാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഈശോയുടെ ആ വലിയ കരുണയും പ്രകാശവും നമ്മുടെ മക്കളിലേക്ക് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളെ കരങ്ങളിൽ എടുത്ത് ഉയർത്തി കർത്താവിന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മോണിക്ക പുണ്യവതിയുടെ ഈ വലിയ പ്രാർത്ഥനയോട് ചേർത്ത് നമ്മുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഏറ്റെടുക്കണമേ. അവിടെ ഹൃദയങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക്, മനസ്സിലേക്ക് ഈശോയെ അങ്ങ് കടന്നു ചെല്ലണമേ, അങ്ങ് ഇടപെടണമേ. ഈശോയെ ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ അധികാരത്തില്, അമ്മയുടെ അധികാരത്തില് മക്കളുടെ ഹൃദയങ്ങൾ തുറന്നു പിടിച്ച് ഓരോ അപ്പച്ചനും ഓരോ അമ്മച്ചിയും ഓരോ വൈദികനും ഓരോ സമർപ്പിതയായ അമ്മയും ആത്മാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കട്ടെ. ആ മക്കളുടെ ഹൃദയം തുറന്ന് ഈശോയെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളെ, ജീവിതങ്ങളെ നിറയ്ക്കണമേ എന്ന് വലിയദാഹത്തോടെ ഈശോയുടെ തിരുസന്നിധിയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ വരിക വരിക യേശുവേ, മക്കളിൽ വന്നു നിറയേണമേ. ഹൃദയവാതിൽ തുറന്നിടുന്നു ഞാൻ, പാവനാത്മാവാൽ നിറയ്ക്കൂ നീ. വരിക വരിക യേശുവേ, മക്കളിൽ വന്നു നിറയൂ നീ. ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയെ വേണ്ട,
അവര് പലതിന്റെ പിന്നാലെ പോവുക. അങ്ങയെ വേണ്ട, പക്ഷെ ഞങ്ങൾ അറിയുന്നു ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയെ കൂടിയേ തീരൂ. അപ്പന്റെ അധികാരത്തില്, അമ്മയുടെ അധികാരത്തില് അങ്ങ് നൽകിയ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് അങ്ങയെ വേണം. ഈശോയെ, അങ്ങയെ കൂടിയേ തീരൂ. ഈശോ ഞങ്ങളുടെ മക്കളിൽ നിറയണമേ. നമ്മുടെ മക്കളിൽ ഈശോ നിറയാൻ വേണ്ടി മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കും. മക്കളെ, എൻ്റെ കുഞ്ഞിലേക്ക്, എൻ്റെ മോനിലേക്ക്, എൻ്റെ മകളിലേക്ക് ഈശോയെ അങ്ങ് കടന്നു ചെല്ലണം. അവരുടെ ഹൃദയങ്ങളെ ഞാൻ തുറന്ന് പിടിക്കുന്നു. അങ്ങ് ആ ഹൃദയങ്ങളിലേക്ക് കടന്നു വരണമേ. ശരീരത്തില്, ചിന്തകളിലേക്ക്, മനസ്സിലേക്ക്, വികാരങ്ങളിലേക്ക്, ആസക്തികളിലേക്ക്, ഹൃദയത്തിലേക്ക്, ശിരസ് മുതൽ പാദം വരെ ഓരോ അവയവങ്ങളിലേക്കും ഈശോയെ അങ്ങ് വന്ന് നിറയണമേ. അങ്ങ് വന്ന് നിറയണമേ. അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ സമാധാനം, അങ്ങയ്ക്ക് മാത്രം നൽകാൻ സാധിക്കുന്ന സന്തോഷം ഞങ്ങളുടെ മക്കളിൽ നിറയട്ടെ, നിറഞ്ഞു കവിയട്ടെ. യേശുവേ, നന്ദി. മക്കളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. മോണിക്ക പുണ്യവതിയുടെ പ്രാർത്ഥന കേട്ട് അഗസ്തീനോസിനെ അനുഗ്രഹിച്ച് മഹാവിശുദ്ധനാക്കി മാറ്റിയ കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് ആ മോണിക്ക പുണ്യവതിയുടെ കണ്ണീരോട് ചേർത്ത് ഞങ്ങളുടെ കണ്ണുനീരും വേദനകളും മക്കളെ ഓർത്തുള്ള നൊമ്പരങ്ങളും സങ്കടങ്ങളും കരകവിഞ്ഞൊഴുകുന്ന സങ്കടങ്ങളും പറഞ്ഞറിയിക്കാനാകാത്ത ദുഃഖഭാരങ്ങളും ഒഴുകിത്തീർത്ത അളക്കാൻ പറ്റാത്ത കണ്ണുനീരും ഈശോയെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ തിരിച്ചു കൊണ്ടുവരണമേ. ഞങ്ങളുടെ മക്കളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട സന്തോഷവും സമാധാനവും സന്തോഷവുമായ ഈശോയെ അങ്ങയെ തന്നെ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. അങ്ങയെ തന്നെ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. അങ്ങയെ തന്നെ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. ഞങ്ങളുടെ മക്കൾ അങ്ങയെ ധരിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ അങ്ങയിൽ വിലയം പ്രാപിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ സന്തോഷത്തിലും സമാധാനത്തിലും എപ്പോഴും ആയിരിക്കട്ടെ. എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, എൻ്റെ മകനില്, എൻ്റെ മകളില് അങ്ങ് കടന്നു വന്ന് വസിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം ഈശ്വരാശീർവാദം നമുക്ക് സ്വീകരിക്കാം. കർത്താവെ, ഒരിക്കൽ കൂടി അങ്ങയുടെ അഭിഷിക്തൻ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മാതാപിതാക്കളെയും, എല്ലാ യുവമക്കളെയും, എല്ലാ സഹോദരങ്ങളെയും, എല്ലാ വൈദികരെയും, എല്ലാ സന്യാസിനിമാരെയും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരമായി അനേകം മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. അഗസ്തീനോസിനെ പോലെ അനേകം മക്കൾ തിരിച്ചു വരട്ടെ, മാനസാന്തരപ്പെടട്ടെ. കർത്താവെ, അങ്ങയെ സ്വന്തമാക്കട്ടെ, അങ്ങയിൽ വിലയം പ്രാപിക്കട്ടെ. അതിനെല്ലാം വേണ്ടി അങ്ങയുടെ അഭിഷിക്തനായി ഞാൻ ഈ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി വലിയ പൗരോഹിത്യ കൂട്ടായ്മയില് സഭയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ ആശീർവാദത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറഞ്ഞ് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയെ, അങ്ങയെ കൊണ്ട് ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ. ഈശോയെ നന്ദി. കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ നന്ദി പറയുന്നു. ഈശോയെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.